രണ്ടാം ദിവസത്തെ പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പല സംശയങ്ങളും ഉയരാം. കാരണം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് ഭയം കാരണം പിന്നീട് അവിടെ നിന്നും മാറേണ്ടി വന്നു, ഇപ്പോൾ കുറ്റബോധം കാരണം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്നാണ്. പക്ഷെ അതിനപ്പുറം മറ്റെന്തെങ്കിലും പല സംശയങ്ങളിലേക്ക് ഒരുപക്ഷെ വിരൽ ചൂണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ കാര്യങ്ങൾ നീങ്ങില്ലേ? കാരണം 2 ദിവസമായി ഇദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളാണ് അവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഓരോ നമ്പർ ഇട്ട് 13 നമ്പറുകളായി തിരിച്ച് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം ഇയാൾ തന്നെ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തൊന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2ാം ദിവസവും പരിശോധന മണിക്കൂറുകൾ പിന്നിടുന്നു, യാതൊരു സൂചനയുമില്ല. അതല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തു നിന്നും ആ തെളിവുകളടക്കം നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അത്തരം സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത് ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 11 മണിക്കാണ് ഈ സംഘം ഇയാളെയും കൊണ്ട് എത്തിയത്. ആ സമയത്ത് അയാളുടെ മുഖത്ത് അയാൾ കൃത്യമായ ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് പോലീസ് അത് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇന്നലത്തെ പരിശോധന 5 മണിക്കൂർ മാത്രമാണ് നീണ്ടുനിന്നത്. അതും ഈ റോഡിന് തൊട്ട് സമീപത്താണ്. വലിയ തോതിൽ ഇവിടെ റോഡ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ നിർമ്മാണം നടന്നതാണ്. അതിന്റെ മണ്ണുകളൊക്കെ ആ പ്രദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ ആഴത്തിൽ കുഴിയെടുക്കേണ്ട ഒരു സാഹചര്യം വരും. അവിടെ അങ്ങനെ കുഴിയെടുക്കാൻ ഇപ്പോഴത്തെ കാലാവസ്ഥ അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം 2 അടി കുഴിക്കുമ്പോഴേക്കും വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് 1ലും 2ലും സമാന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് വനത്തിനകത്ത് ഇത്തരത്തിൽ കുഴിയെടുത്ത് പരിശോധനയിലേക്ക് കടക്കുന്നത്. അത് നമുക്ക് നേരത്തെ കാണാം. ഇയാൾ തെളിവിനായ ഒരു പ്രത്യേകാവശിഷ്ടം നേരത്തെ എടുത്തിരുന്നു. അതും ഇതിനകത്ത് തന്നെയാണ്. അതൊരു പക്ഷേ നമ്മളൊക്കെ നേരത്തെ ആ സ്ഥലത്ത് പോയി അതിന്റെ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചതാണ്. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ അന്വേഷണം നടത്തുന്നത്. വളരെ നിർണായകമാണ് ആ സ്ഥലം. അവിടെ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണമൊന്നും കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ ഒന്നും നടന്നിട്ടില്ല. പൂർണ്ണമായും പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളി വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത്. എന്തായാലും ഇന്നത്തെ പരിശോധന നിർണായകമാണ്. നമുക്ക് ഉച്ചയോട് അല്പസമയം കഴിഞ്ഞാൽ ഇവർ ഉച്ചഭക്ഷണത്തിന് പുറത്തിറങ്ങുന്ന സമയമുണ്ട്. ആ സമയത്ത് കുറച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഈ വനത്തിനകത്ത് ആയതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഒരു വിവരവും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ ആരും തന്നെ തിരിച്ചു വന്നിട്ടുമില്ല. രാവിലെ 11 മണിയോടുകൂടിയാണ് എത്തിയത്. അരമണിക്കൂർ ഇവർ കൂടിയാലോചന നടത്തി. പിന്നീട് എല്ലാ ഉദ്യോഗസ്ഥ സംഘങ്ങളും, അതായത് SITയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ വനത്തിനകത്തേക്ക് കയറി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഏതായാലും 13 ഇടം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 13 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ 13 ഇടങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ എത്ര സ്ഥലങ്ങളിൽ പരിശോധന നടന്നിട്ടുണ്ട്? അതോടൊപ്പം എങ്ങനെയാണ് പോലീസിന്റെ ഒരു പരിശോധനാ രീതി എങ്ങനെയാണ്? ഈ ശുചീകരണ തൊഴിലാളി നേരത്തെ വ്യക്തമാക്കിയ കാര്യം, അധികം ആഴത്തിലല്ല കുഴിയുള്ളത്, വെറുതെ മണ്ണ് മാന്തി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ JCB ഉപയോഗിച്ചത് കുഴിച്ച് ഈ മണ്ണ് കുഴിച്ച് മാറ്റി പരിശോധന നടത്തേണ്ട കാര്യമില്ലല്ലോ. സാധാരണ തൊഴിലാളികളാണോ ഇതിനുവേണ്ടി, തൊഴിലാളികൾ ഉപയോഗിച്ചാണോ പോലീസിന്റെ പരിശോധന? ടോമേ, അതിലൊരു ചെറിയ പ്രശ്നമുള്ളത്, തൊഴിലാളികൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന നടന്നത്. അപ്പോഴേക്കും ഈ റോഡിന്റെ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ആ റോഡ്. ഇതിന് തൊട്ട് സമീപത്താണ് ആദ്യ പരിശോധന നടന്ന സ്ഥലം. ഈ റോഡിന് വേണ്ടി നിർമ്മാണം നടക്കുന്ന സമയത്ത് വലിയ തോതിൽ മണ്ണ് ഇവിടെ നിന്നും ആ ഇടത്തേക്ക് നിക്ഷേപിച്ചിരുന്നു. അതായത് 1ാമത്തെ പോയിന്റ് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലം. അതുകൊണ്ട് തന്നെ അത് വലിയ ആഴത്തിൽ കുഴിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. 2 അടി 3 അടി എടുക്കുമ്പോഴേക്കും വെള്ളം വരുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ വനത്തിനകത്ത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലാളികളെ ഉപയോഗിച്ച് മാത്രമുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ണ് നീക്കി പരിശോധന. അതിനകത്ത് JCB കൊണ്ടുപോകൽ അത്ര പ്രായോഗികമല്ല. കാരണം വലിയ തോതിൽ മരങ്ങളുള്ള, മുഴുവനായും ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. നേത്രാവതി പുഴയുടെ തൊട്ട് തീരത്താണ്. പക്ഷേ കൂടുതലായും മരങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ JCB അതിനകത്ത് കൊണ്ടുപോകൽ അത്ര പ്രായോഗികമല്ല. നമുക്ക് കാണാം, ഇവിടുന്ന് തന്നെ ദൃശ്യങ്ങൾ കാണാം. ഇതിനകത്ത് ഇനി ഒരു JCB കൊണ്ടുപോയുള്ള ഒരു പരിശോധന എത്രത്തോളം പ്രായോഗികമാണ്. ഏതായാലും അത് ഇപ്പോൾ നിലവിൽ ടോം സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്.
അതിൽ പുരോഗതി ഇല്ലെങ്കിൽ മാത്രമേ യന്ത്ര സംവിധാനങ്ങൾ എത്തൂ. അതിനിടയിൽ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അത് നാളെ ഇവിടെ എത്തിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിച്ചത് വിവരം. അത് തുടക്കത്തിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് അത്തരം ഒരു സംവിധാനത്തിലേക്ക് കടക്കുമെന്ന്. കാരണം ഇപ്പോൾ ഈ നല്ല മഴ പല സമയങ്ങളിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഒപ്പം ഈ നേത്രാവതി പുഴയുടെ തീരവും ആ പ്രദേശവുമാണ് ഈ പരിശോധനയൊക്കെ നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ പരിശോധന നടക്കുന്ന സ്ഥലം അത് പൂർണ്ണമായും വനമേഖലയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണമോ ഒന്നും നടന്നിട്ടില്ല. ഇദ്ദേഹം എങ്ങനെയാണ് കുഴിച്ചിട്ടുള്ളത് അതേ അവസ്ഥയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വളരെ നിർണായകമാണ് ഇപ്പോഴത്തെ പരിശോധന എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടി അത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകും. കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന നടത്തും. 13 ഇടങ്ങളിലും പരിശോധന നടത്തും. അതിനുശേഷം മാത്രമേ ഇയാൾ ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ ഇയാൾ വെളിപ്പെടുത്തിയ 100ഓളം മൃതദേഹങ്ങൾ എന്നാണ് പറഞ്ഞത്. ആദ്യം ഈ മാർക്ക് ചെയ്ത 13 സ്ഥലത്തെ കൃത്യമായ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ മറ്റിടങ്ങളിലേക്കുള്ള പരിശോധന നടത്തൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കേട്ടോ. ബൈജു, സമാന്തരമായി തന്നെ അനന്യ ഭട്ട്, സൗജന്യ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇതോടൊപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. മലയാളിയായിട്ടുള്ള KJ ജോയിയുടെ കൊലപാതക കേസൊക്കെ ഇതേ സംഘം തന്നെയല്ലേ അന്വേഷിക്കുന്നത്? അവിടെ ഈ മണ്ണെടുത്തുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കുമോ മറ്റ് കൊലപാതക കേസുകൾ, മറ്റ് തിരോധാന കേസുകളിലേക്കും അന്വേഷണം നീങ്ങുകയുള്ളൂ? ടോമെ, ഒരു സംഘം ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കർണാടകയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെയും തിരോധാന സംബന്ധിച്ച കേസുകൾ അത് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൗജന്യ കൊലക്കേസ് അല്ലെങ്കിൽ അനന്യ ഭട്ടിന്റെ തിരോധനം, അതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ ധർമ്മസ്ഥല പോലീസിലെ ഏറ്റവും ഒടുവിലായി വന്ന പരാതി. ആ കേസ് കൂടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. പക്ഷേ അതിനെല്ലാം ഏറ്റവും ആവശ്യം നിർണായകം ഇപ്പോഴത്തെ ഈ മണ്ണ് കുറിച്ചുള്ള പരിശോധനയാണ്. അത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി ആദ്യമായി ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത്. നമുക്ക് ഇവർക്ക് ഏറ്റവും ആദ്യം ഇവർക്ക് വേണ്ടത് ഇവിടെ പരിശോധന നടത്തുക, എത്ര മൃതദേഹങ്ങൾ ഈ വനത്തിനകത്തുണ്ട്, ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലനുസരിച്ച് അത് കണ്ടെത്തുക എന്ന് തന്നെയാണ്. അത് തന്നെയാണ് SI ടീം ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. മറ്റ് കേസുകൾ സമാന്തരമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉള്ളത് ഇപ്പോൾ ഇവിടെയാണ്, ഈ വനത്തിനകത്താണ്, ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന സ്ഥലത്താണ്. അത് കഴിഞ്ഞാൽ മാത്രമേ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇത്തരത്തിൽ തിരോധാനമായ സംബന്ധിച്ചായാലും വാഹനം മേടിച്ച് കൊലപ്പെടുത്തിയതായാലും അത്തരമുള്ള കേസുകളിലേക്കെല്ലാം കടക്കും. നിലവിൽ ഈ ഒരു പരിശോധന ഇത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസവും വളരെ നിർണായകമാണ്. കാരണം ഇന്ന് വനത്തിനകത്താണ് പരിശോധന. വനത്തിനകത്ത് എന്തെങ്കിലും മൃതദേഹാംശങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ, അതല്ല ഇന്ന് ഏതെങ്കിലും മൃതദേഹങ്ങൾ വൈകുന്നേരത്തിനുള്ളിൽ ലഭിക്കുമോ, അതാണ് ഉയരുന്ന ഏറ്റവും വലിയ ഇവിടെ നിന്നുള്ള ചോദ്യം. അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇതുവരെ ഉദ്യോഗസ്ഥർ ആരും തന്നെ പുറത്തു വന്നിട്ടില്ല. നമ്മളിപ്പോൾ പുറത്താണുള്ളത്. ഇതിനകത്ത് നമുക്ക് കയറാൻ നമുക്കല്ല ആർക്കും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ആർക്കും അങ്ങോട്ട് കയറ്റാൻ അനുവാദമില്ല. കാരണം അത് പൂർണ്ണമായും വനംവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. നേത്രാവതി പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. ഇപ്പുറത്ത് ദേശീയപാതയാണ്, ഇപ്പുറം നേത്രാവതി പുഴ, പിന്നീട് ഈ വനം. അങ്ങനെയാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഇവിടെ ഈ വാഹനത്തിൽ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇയാളെ മൃതദേഹം ഏൽപ്പിച്ചു. അദ്ദേഹം അത് കൊണ്ടുപോയി ഇവിടെ സംസ്കരിച്ചു. അതാണ് ഇദ്ദേഹം നൽകിയ മൊഴി. ആ സ്ഥലം കൃത്യമായി പോയിന്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോലീസ് സുരക്ഷയും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിലാണ് രണ്ടാം ദിവസവും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന നടക്കുന്നത്. ധർമ്മസ്ഥലയിൽ 100-ലധികം പെൺകുട്ടികളെയും യുവതികളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് പരിശോധനയെങ്കിൽ കേരളത്തിൽ ആലപ്പുഴയിൽ